ഹലോ. എന്താണ് അസറ്റ് സെക്യൂരിറ്റൈസേഷൻ? ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ലിക്വിഡ് അസറ്റ് ഇൻ ടു ലിക്വിഡ് അസറ്റ്. ഈ ലിക്വിഡ് അസറ്റിനെ ലിക്വിഡ് അസറ്റാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ലിക്വിഡ് അസറ്റ്, എന്താണ് ലിക്വിഡ് അസറ്റ് എന്ന് നോക്കാം. എന്താ ഈ ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള അസറ്റിനെയാണ് ഈ ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ലിക്വിഡ് അസറ്റ്? ഇറ്റ് ഇസ് വെരി ഈസി ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ക്യാഷ്. ഫോർ എക്സാമ്പിൾ അക്കൗണ്ട് റിസീവബിൾ, ഡെറ്റേഴ്സ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഇതൊക്കെ വളരെ ലിക്വിഡാണ് അല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതാണ് ലിക്വിഡ് അസറ്റ്. ഇനി എന്താണ് സെക്യൂരിറ്റൈസേഷൻ? അപ്പോൾ ഈ ലിക്വിഡ് അസറ്റിനെ ലിക്വിഡ് അസറ്റാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു ബോറോവർ ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യണം ഫോർ ലോൺ. ഓക്കെ, അപ്പോൾ ബാങ്ക് വെറുതെ ലോൺ കൊടുക്കുമോ? ഇത് കൊളാറ്ററൽ വേണ്ടേ? അപ്പോൾ ഇയാളുടെ കയ്യിലുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടി മോർഗേജ്, ആസ് എ മോർഗേജ് ബാങ്കിന് കൊടുക്കുന്നു. അപ്പോൾ ബാങ്ക് ലോൺ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ മോർഗേജ് എന്ന് പറയുമ്പോൾ ബാങ്ക് എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക? ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഡീഡ് ആയിരിക്കും ബാങ്ക് സ്റ്റോർ ചെയ്യുക, പകരം ഇയാൾക്ക് ലിക്വിഡ് ക്യാഷ് കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ബോറോവേഴ്സ് ഈ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും. ബാങ്ക് അവർക്കൊക്കെ ലോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതേപോലെ ബാങ്ക് മോർഗേജ് എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇറ്റ് ആക്ട് ആസ് എ കൊളാറ്ററൽ അല്ലേ, മോർഗേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ ഈ ഇൻ കേസ് ഇവരെന്തെങ്കിലും പേയ്മെൻറ്റിൽ ഡിഫോൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാങ്കിന് ഇത് വിറ്റിട്ട് ഇവരുടെ പ്രിൻസിപ്പൽ എമൗണ്ടും എക്രൂവൽസ് ഒക്കെ റിയലൈസ് ചെയ്യാൻ പറ്റും.